ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മള് തൊഴിൽ വാർത്തയിലെ ഈ ആഴ്ചത്തെ തൊഴിൽ വാർത്തയാണിത്. ഇതില് പാഠപുസ്തകത്തിലൂടെ എന്ന് പറഞ്ഞു വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം PSC എക്സാമിന് ടെക്സ്റ്റ് ബുക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത്. ടെക്സ്റ്റ് ബുക്ക് ഫുൾ ടൈം ഇരുന്ന് വായിച്ചു തീർക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് തൊഴിൽ വാർത്തയിലെ ഈ ഒരു പങ്ക്തി എന്ന് പറയുന്നത്. ഭയങ്കര എഫക്റ്റീവ് ആണ്. പോയിന്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഓർത്തിരിക്കാനും പഠിക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. സമയം നമുക്ക് ഒരുപാട് ലാഭമാണ്. അതായത് നമ്മൾ നോർമലി ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ നിന്ന് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പോകുന്നതിനേക്കാളും ഒരുപാട് നല്ലതാണ് നമ്മളെ പോലെ സമയമില്ലാത്ത ആൾക്കാർക്ക് തൊഴിൽ വാർത്തയിൽ ഈ ഒരു പേജ്. അപ്പൊ ഇത് നമ്മുടെ പുതിയ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് കമ്പനി ബോർഡ്, കോർപ്പറേഷൻ, യൂണിവേഴ്സിറ്റി, അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു പോർഷനാണ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. എക്സാം പോർട്ടലാണ് തൊഴിൽ വാർത്തയുടെ. അപ്പൊ നമുക്കിതില് പാഠപുസ്തകത്തിലൂടെ എന്ന് പറഞ്ഞ പോർഷനിലൂടെ പാഠപുസ്തകത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഒരുപാട് തിരക്കിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ക്ലാസ് കേട്ടാൽ കൊള്ളാം എന്നൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ് കൃത്യമായി ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഒരുമിച്ച് കൂട്ടായി പഠിച്ചു മുന്നേറാനുള്ളതാണ്, അല്ലെ? അപ്പൊ നമ്മളിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ തുടങ്ങാണ്. ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ പ്രദേശം ഏത്? നമുക്കറിയാം, കുട്ടിക്കാലം തൊട്ട് തന്നെ നമ്മൾ പഠിച്ചു പോയൊരു കാര്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്കും അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരങ്ങൾക്കും ഗാന്ധിജി വരുന്ന ഒരു എൻട്രി ഒക്കെ നമ്മള് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആദ്യമായിട്ട് ഗാന്ധിജി വന്ന് ഇറങ്ങുന്നത് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ദക്ഷിണാഫ്രിക്ക. ഓക്കെ, അപ്പൊ ഗാന്ധിജി എന്ന രാഷ്ട്രീയ നേതാവിനെ രൂപപ്പെടുത്തിയ പ്രദേശമാണ് ദക്ഷിണാഫ്രിക്ക. എത്ര വർഷമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ചെലവഴിച്ചത്? 20 വർഷം. ഏത് ഗുജറാത്തി കുടിയേറ്റ കച്ചവടക്കാരന്റെ നിയമ സഹായിയായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത്? ആരുടെയായിരുന്നു? ദാദാ അബ്ദുള്ള ജാവേരി. അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹ സമര രീതിക്ക് ഗാന്ധിജി രൂപം കൊടുത്തത് എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിൽ. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏത്? 1915. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റിയതാര്? മഹാത്മാഗാന്ധിജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിലായത് ഏത് വർഷം മുതലാണ്? 1919 മുതൽ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ആദ്യം ശ്രദ്ധ പതിച്ചത് ഏതിനം സമരങ്ങളിലാണ്? പ്രാദേശിക സമരങ്ങൾക്കാണ്. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഗാന്ധിജി ഇടപെട്ട വർഷം? 1917. ചമ്പാരൻ സ്വദേശിയായ ആരുടെ പ്രേരണയിലാണ് ഗാന്ധിജി ചമ്പാരനിൽ എത്തിയത്? രാജ്കുമാർ ശുക്ല. ചമ്പാരനിലെ നീലം കർഷകരെ ചൂഷണം ചെയ്തിരുന്നത് ആര്? യൂറോപ്യന്മാരായ തോട്ടം ഉടമകൾ. നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനിൽ അംഗമായിരുന്ന ഇന്ത്യക്കാരൻ ആര്? ഗാന്ധിജി. ഗാന്ധിജി പങ്കെടുത്ത ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണി മിൽ തൊഴിലാളികളുടെ സമരം നടന്ന വർഷമേത്? 1918. അഹമ്മദാബാദ് തുണിമിൽ തൊഴിലാളികളുടെ സമരത്തിലെ പ്രധാന ആവശ്യം എന്തായിരുന്നു? വേതന വർധനവ്. ഗുജറാത്തിലെ ഖേദയിൽ കർഷകർക്ക് വേണ്ടി ഗാന്ധിജി സമരം നടത്തിയ വർഷമേത്? 1918. പ്രകൃതിക്ഷോഭം മൂലം കൃഷിനാശം ഉണ്ടായതിനെ തുടർന്ന് നികുതി അടയ്ക്കാൻ കഴിയാതെ 1918 കർഷകർ സമരം നടത്തിയത് എവിടെയാണ്? ഗുജറാത്തിലെ ഖേദയിൽ. ഗാന്ധിജി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് കർഷകർക്ക് ആവേശം പകർന്നത് ഏത് സമരത്തിലാണ്? ഖേദ കർഷക സമരം. 1914 മുതൽ 1918 വരെ നടന്ന 1-ാം ലോക യുദ്ധം ഇന്ത്യയിൽ സൃഷ്ടിച്ച സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഏവ? ശരി, ലോങ് ആൻസർ ആണ്. 1. യുദ്ധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്ത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതമാക്കുകയും നിരവധി പേർ ക്ഷാമത്താൽ മരണപ്പെടുകയും ചെയ്തു. അടുത്ത ചോദ്യം, റൗലത്ത് നിയമത്തിനെതിരെ വളരെ ശക്തമായ സമരം നടന്ന പ്രദേശങ്ങൾ ഏവ? പഞ്ചാബ്, ലഹോർ. ബ്രിട്ടീഷുകാർ ജയിലിൽ അടച്ച പഞ്ചാബിലെ ജനകീയ നേതാക്കൾ ആരെല്ലാം?
ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ അമൃത്സറിലെ ജാലിയം വാലാബാഗ് മൈതാനത്ത് പൊതുയോഗം സംഘടിപ്പിച്ചത് എന്ന് 1919 ഏപ്രിൽ 13. ജാലിയം വാലാബാഗിൽ പൊതുയോഗത്തിനെത്തിയവർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവ് നൽകിയ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആര്? ജനറൽ റെജിനാൾഡ് ഡയർ. 10 മിനിറ്റോളം നീണ്ടുനിന്ന വെടിവെപ്പിൽ സർക്കാർ രേഖ പ്രകാരം എത്ര പേർ കൊല്ലപ്പെട്ടു? 379 പേർ. ജാലിയം വാലാബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ പറ്റി അന്വേഷിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ ഏത്? ഹണ്ടർ കമ്മീഷൻ. ഒന്നാം ലോക യുദ്ധത്തിലെ സെവ്രസ് ഉടമ്പടി പ്രകാരം അധികാരങ്ങൾ നഷ്ടപ്പെട്ട തുർക്കി ഭരണാധികാരി ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പ്രസ്ഥാനം ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെല്ലാം? സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തതിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച അക്രമരഹിതമായ സമരമേത്? നിസ്സഹകരണ സമരം. 1909 പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ പുസ്തകമേത്? ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്ത്? ഇന്ത്യയുടെ സ്വയം ഭരണം. ഇന്ത്യക്കാരുടെ സഹകരണത്തിലൂടെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. അത് നിലനിൽക്കുന്നതും ഈ സഹകരണം കാരണമാണ്. ഇന്ത്യക്കാർ നിസ്സഹകരിച്ചാൽ ബ്രിട്ടീഷ് ഭരണം 1 വർഷം കൊണ്ട് അവസാനിക്കുകയും സ്വരാജ് നിലവിൽ വരികയും ചെയ്യും. ഏത് കൃതിയിലാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ ഗാന്ധിജി ഇപ്രകാരം വിശദീകരിച്ചിരിക്കുന്നത്? ഹിന്ദ് സ്വരാജിൽ. നിസ്സഹകരണ സമരത്തിൽ സ്ത്രീകൾ പങ്കെടുത്തത് ഏതെല്ലാം സമര രീതികളിലൂടെയാണ്? വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ. പണിമുടക്കി നിസ്സഹകരണ സമരത്തോട് സഹകരിച്ചത് ഏതെല്ലാം പ്രമുഖ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ്? മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ. നിസ്സഹകരണ സമരകാലത്ത് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏവ? ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗഡിലെ ജാമിയ മിലിയ ഇസ്ലാമിയ എന്നിവ. നിസ്സഹകരണ സമരകാലത്ത് അവധ് കിസാൻ സഭ രൂപവൽക്കരിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ. ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നതും ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാൻ തീരുമാനിച്ചതും ഏത് ദേശീയ പ്രക്ഷോഭത്തിന്റെ സമയത്താണ്? നിസ്സഹകരണ സമരകാലത്ത്. നിസ്സഹകരണ സമരത്തിനിടെ ഉത്തർപ്രദേശിലെ ചൗരി ചൗരിയിൽ നടന്ന സംഘർഷത്തിൽ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷന് തീവെച്ചതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടത് എന്ന്? 1922 ഫെബ്രുവരി 2. നിസ്സഹകരണ സമരം പിൻവലിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചത് ഏത് സംഭവത്തെ തുടർന്നാണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്ന്. നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറു നഗരമേത്? ചിരാല പെരാല. ചിരാല പെരാലയെ മുനിസിപ്പൽ കോർപ്പറേഷനാക്കി ഉയർത്തി നികുതി വർദ്ധിപ്പിക്കാനുള്ള ഗവൺമെന്റ് നീക്കത്തിനെതിരെ നടന്ന സമരം നയിച്ചതാര്? ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. ഏത് സമരത്തിന്റെ ഭാഗമായാണ് 10,000-ഓളം വരുന്ന ജനങ്ങൾ നഗരം ഒഴിഞ്ഞുപോയി 11 മാസക്കാലം മറ്റൊരിടത്ത് താമസിച്ചത്? ചിരാല പെരാല സമരകാലത്ത്. നിസ്സഹകരണ സമരത്തെ തുടർന്ന് അറസ്റ്റിലായ ഗാന്ധിജിയെ വിചാരണയ്ക്ക് ശേഷം എത്ര വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്? 6 വർഷത്തെ തടവിനാണ് ശിക്ഷിച്ചത്. ഇതിന്റെ കൂടെ തന്നെ ഇതേ പേജിൽ റൗലത്ത് നിയമം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു 6 പോയിന്റ്. ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം സ്വീകരിച്ച പ്രധാന നിയമ നടപടിയാണ് റൗലത്ത് നിയമം. റൗലത്ത് നിയമം നടപ്പാക്കൽ. റൗലത്ത് നിയമം നടപ്പിലാക്കിയ വർഷമാണ് 1919. റൗലത്ത് നിയമത്തിലെ ഇന്ത്യക്കാർക്ക് ദോഷകരമായ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? വാറണ്ട് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം,
ഇവ. പൗരാവകാശങ്ങളെ തടയുന്ന റൗലത്ത് നിയമത്തിനെതിരെ ഗാന്ധിജി ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എന്ന് 1919 ഏപ്രിൽ 6-ാം തീയതി. റൗലത്ത് സമരത്തിന്റെ പ്രചരണത്തിനായി രൂപവൽക്കരിക്കപ്പെട്ട സംവിധാനമേത്? സത്യഗ്രഹ സഭ. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? റൗലത്ത് നിയമത്തിനെതിരായ ദേശീയ ഹർത്താലിനെ. ഇത്രയുമാണ് റൗലത്ത് നിയമത്തെ കുറിച്ചുള്ള പോയിന്റ്സ്. പിന്നെ ഒരു ചെറിയ ബോക്സിൽ നിസ്സഹകരണ സമരത്തിന്റെ രീതികൾ തന്നിട്ടുണ്ട്, അതും നമുക്ക് ഒന്ന് വായിച്ചു പോകാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക, ആദ്യത്തെ നമ്മുടെ രീതി. സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. ഫോർത്ത് പോയിന്റ്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അഞ്ചാമത്തെ പോയിന്റ്, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ലാസ്റ്റ് പോയിന്റ്, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും നിസ്സഹകരണ സമരകാലത്തെ പരിപാടികളായിരുന്നു. ഇതില് കുറെയൊക്കെ പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്നിരുന്നാലും ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു ചങ്ങല പോലെ ഓർത്തു വെക്കാൻ ഒരുപാട് പോയിന്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ PSC എക്സാമില് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പൊ അതില് എലിമിനേഷൻ ടെക്നിക് ഉപയോഗിക്കാൻ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന തരത്തിലാണ് തൊഴിൽ വാർത്തയുടെ ഇത്തരം പേജുകൾ. ഇപ്പൊ നമ്മൾ ഒരു പേജാണ് എടുത്തത്. അടുത്ത പേജ് അടുത്ത വീഡിയോയിലൂടെ കാണാം. കാരണം വീഡിയോ ലെങ്തി ആയി കഴിഞ്ഞാൽ കാണാനുള്ള മനസ്സ് കുറഞ്ഞു പോകും. അപ്പൊ ചെറിയ ചെറിയ വീഡിയോകളിലൂടെ വലിയ വലിയ അറിവുകൾ നമുക്ക് സമ്പാദിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും കമന്റ് ചെയ്യണം, ചാനൽ ഫോളോ ചെയ്യണം. ചാനൽ കുറച്ചധികം ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതിനായിട്ട് എല്ലാവരും ഒരുമിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്തൊരു പേജ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ബൈ.